ദക്ഷിയുടെ പിറന്നാളാണ്. എന്താ പരിപാടി? കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എമ്പിച്ചു പോണേ നമ്മളെ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ദക്ഷിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യപ്പുഴു. ആ പുഴു പുഴു പുഴു. അപ്പൊ ഞങ്ങള് മലപ്പുറത്തുള്ള പൊടിയാട്ടുപാറ അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? ദക്ഷി അത്രയും ദൂരം അമ്പലം എങ്ങനെ കേറുക? അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളത് ധൻവിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കും. കുഞ്ഞുണ്ണി 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 അതെന്താ അതെന്താ? ഞങ്ങൾ ഈ ഒരു മല കയറാൻ പോവാണ്. ഓക്കെ, ദക്ഷിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന പാറ ഉണ്ടല്ലോ, ആ പാറേൻ്റെ ഏറ്റവും ടോപ്പിലാണ് അമ്പലം വരുന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്കുള്ള വഴിയാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ട് വേണം പോവാൻ. ഏട്ടാ ഈ അമ്പലത്തിന്റെ ഐതിഹ്യം പറ. ഏട്ടാ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആ അതാ നമ്മള് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടി കേട്ടോ വന്നത്. മുകളിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് കുറച്ച് പോസൊക്കെ ചെയ്തു. എന്റെ കുട്ടി എവിടെ കയറി നിക്കണേ? നീ ഈ സ്റ്റെപ്പ് കേറിയിട്ട് നമുക്ക് അവിടെ എത്താം. ഓക്കെ, ആ ആ ഞങ്ങൾ കേറാണ്. ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല വ്യൂ ഉണ്ട്. യെസ്, എത്തി. ഞങ്ങളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തും. എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഈ ഒരു ഫ്രെയിം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദക്ഷിണയും ധൻവീനെയൊക്കെ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് വഴിപാടൊക്കെ കഴിക്കാണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ആ ചെടി കണ്ടപ്പോൾ ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മൊത്തം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞുണ്ണി എന്തിനാ കണ്ടത് അവിടുന്ന്? രാജനോ? കുഞ്ഞുണ്ണി പ്രാവ് പഞ്ഞാണി പ്രാവ് പറ. താങ്ക് യു. കമ്മോ നീ ശരത്മാവന് കൊടുക്ക്. അപ്പൊ ദക്ഷിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രസാദ ദക്ഷി എല്ലാവർക്കും കൊടുക്കുകയാണേ.
അപ്പം ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്പലത പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ദക്ഷിക്ക് നല്ല വിശപ്പുണ്ടോന്നും കഴിച്ചിട്ടില്ല എന്നാട്ടോ പറയണത്. ഞങ്ങൾക്ക് നല്ല ചൂടുള്ള കാപ്പി കഴിക്കട്ടെ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ചൂടുള്ള കാപ്പിയും അവിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പം ധൻവിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ കൊടുത്ത കാപ്പിയും അവിലൊക്കെ കഴിച്ചു. പക്ഷെ ദക്ഷിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിക്കാൻ. ഇവിടെ കാപ്പിയാണ്. ഓ എന്ത് ടേസ്റ്റാ. ഇപ്പൊ തരാം, ചോദിച്ചോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു വന്നപ്പോൾ ഇതാ ഒരാൾക്ക് ഇവിടെ ഇതായിരുന്നു കേട്ടോ പരിപാടി. നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഞങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി. അതെ അതെ. അങ്ങനെ ഇതാ നമ്മൾ താഴോട്ടേക്ക് പോവുകയാണേ. അപ്പം ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈ പാറകളുടെ ഒരു വ്യൂ ആണ് കേട്ടോ അത്. പേടിയാണ്. അപ്പം അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിട്ട് ഇതാ തിരിച്ചിറങ്ങാണ്. കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴാണ് ഒരു പേടി തോന്നുന്നത് എനിക്ക്. ഇത് കാണുമ്പോൾ നമുക്ക് മഞ്ഞുമൽ ബോയ്സ് ആണ് ഓർമ്മ വരിക. കാരണം എന്താ, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടല്ലേ? അപ്പം ജസ്റ്റ് ഞാൻ ഇതാ ഈ മൊത്തത്തിലുള്ള ഒരു വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. വീട്ടിൽ പോയിട്ട് വേണം ചായ കുടിക്കാൻ. വിശക്ക്. കുന്നും മലയൊക്കെ കയറി വന്നപ്പോൾ തന്നെ നല്ല വിശപ്പ്. വിശക്കുണ്ടോ? വിശക്കുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു കടയിൽ കയറി. അപ്പോൾ ദക്ഷിക്ക് നോൺ വെജ് അല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറിയപ്പോൾ ദക്ഷിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ബർത്ത്ഡേക്ക് ദക്ഷി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദക്ഷിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ. ടോയ്, നറുട്ടോ കേക്ക്, പിന്നെ അടുത്ത നെക്സ്റ്റ് പിന്നെ നേരെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല കേട്ടോ, പിറന്ന നാളാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊരു സദ്യയൊക്കെ കഴിക്കാന്നുള്ളത്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴാണ് ദക്ഷിക്ക് മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ വേഗം മിഠായിയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. കൂടെ ഒരു ഉമ്മയും ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ വാഴത്തോട്ടം.
കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുണ്ണി, നമ്മൾ എന്തിനാ വാഴേന്റെ ഇല എടുക്കണത്? മാമു കഴിക്കാനാ? കുഞ്ഞുണ്ണിക്ക് എത്ര ഇല വേണം? തരൂലേ? അപ്പം ഇലയൊക്കെ വെട്ടി വന്നു. ഞങ്ങളിതാ ഇന്ന് ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് 2 ആൾക്കാരെ കുറവുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വിഭവങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കി. ദക്ഷിക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ വിഭവങ്ങളും ദക്ഷിൻ്റെ ഇലയിൽ വിളമ്പാൻ പറഞ്ഞു. അങ്ങനെ ഇതാ ദക്ഷി നല്ല കുട്ടിയായിട്ട് കഴിച്ചിട്ടോ, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ വിഭവങ്ങളൊന്നും പറ്റാറില്ല, പക്ഷെ ഇന്ന് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ജനുവരി 2 നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞാനന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരിതിൽ ശലഭമ